ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ സോപ്പിട്ട് വീണ്ടും വീണ്ടും ന്യായീകരിക്കാനൊക്കെ ശ്രുതി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അതിനകത്തൊന്നും വഴങ്ങുന്നില്ല കേട്ടോ. ശ്രുതിയോട് വീണ്ടും പൊട്ടിത്തെറിച്ച് തന്നെയാണ് ചന്ദ്രമതി നിൽക്കുന്നത്. അത്രത്തോളം ശ്രുതിയെ വെറുത്തിട്ടുണ്ട് ഇപ്പോൾ ചന്ദ്രമതി. അങ്ങനെ കാരണം മറ്റൊന്നുമല്ല, തൻ്റെ സുതിമോനെ കുറ്റക്കാരനാക്കിയത് കൊണ്ടാണ് കേട്ടോ. കള്ളത്തരം കാണിച്ചതും പോരാഞ്ഞിട്ട് താൻ ചെയ്തത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്, ചന്ദ്രമതി ഒന്നും ചെയ്തിട്ടില്ലെന്നും കൂടി പറഞ്ഞല്ലോ. ഇതൊക്കെ ചന്ദ്രമതിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രമതിയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പോയെങ്കിലും ശ്രുതിയെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കാണ് നമ്മുടെ ചന്ദ്രമതി ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഇരിക്കുന്ന കണ്ടിട്ട് ശ്രുതി റൂമിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ നമ്മുടെ ശ്രുതി ഇരിക്കുമ്പോഴാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് മറ്റാരുമല്ല, മഹിമയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ വർഷയാണെങ്കിൽ സാധാരണയായിട്ട് വർഷയുടെ അമ്മ മഹിമയോട് സംസാരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ മഹിമയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊടുത്തതല്ല ആ 55 ലക്ഷം രൂപ ഇവിടുത്തെ അച്ഛൻ്റെ ക്യാഷ് ആണെന്നൊക്കെ വർഷ പറഞ്ഞല്ലോ. അത് കിട്ടിയ പാടെ നമ്മുടെ ശ്രുതി ഒന്ന് കളിയാക്കാനും പൊരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ മഹിമ വിളിക്കുന്നത്. ഓ, ഇവരിനി എന്തിനാണോ വിളിക്കുന്നതെന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് ശ്രുതി കോൾ എടുക്കുന്നത്. ആ ആൻറ്റി, എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, മോളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊടുത്ത ക്യാഷ് കൊണ്ടാണ് ഷോറൂം തുടങ്ങിയതെന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതങ്ങനെയല്ലായിരുന്നല്ലേ, അവിടുത്തെ അച്ഛൻ്റെ പൈസ കൊണ്ടാണ് നിങ്ങൾ ഷോറൂം തുടങ്ങിയതല്ലേ. എന്തിനാ മോളെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ബിസിനസ്സൊക്കെ ചെയ്യുന്നത്? ഞാൻ തേൻ്റെ വിചാരിച്ചു മോള് വലിയ മലേഷ്യയിൽ നിന്ന് ഇത്രയധികം പൈസയൊക്കെ ഇങ്ങ് ഒഴുകി വരുവാണല്ലോ എന്ന്. എന്നാൽ ചന്ദ്രയാണെങ്കിലോ വലിയ മലേഷ്യക്കാരി മരുമകൾ എന്നും പറഞ്ഞിട്ട് തലയിൽ എടുത്തു വെച്ചല്ലേ നടന്നുകൊണ്ടിരുന്നത്. ആ ചന്ദ്രയുടെ പറച്ച് കേട്ടപ്പോൾ ഞാൻ ഓർത്തു മലേഷ്യയിൽ നിന്ന് പണം ഇങ്ങോട്ടേക്ക് ഒഴുകി ഇങ്ങ് വരുവാണെന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രുതിയെ പരിഹസിക്കുകയാണ് കേട്ടോ. എന്നാൽ കൺട്രോള് പോയിരിക്കുന്ന നമ്മുടെ ശ്രുതിയാണെങ്കിൽ മഹിമയുടെ അടുത്ത് നന്നായിട്ട് തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ദേ നോക്ക് ആൻറ്റി, ആൻറ്റിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ? എന്നാൽ സമാധാനമായെങ്കിൽ ആൻറ്റി വെച്ചോളൂ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അയ്യോ മോളെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ദേ ആൻറ്റി, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഇതിനകത്ത് ആൻറ്റി ഇടപെടണ്ടെന്ന് പറയാനേ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ മോളെ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് കരുതിയത്, അതുകൊണ്ടല്ലേ ഞാൻ മോളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വന്നതാണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് സ്വന്തമായിട്ടൊരു മകളുണ്ടല്ലോ, അപ്പോൾ ആ മകളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കാൻ വരണ്ടെന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. മഹിമ വീണ്ടും ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി അങ്ങ് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ആകെ അസ്വസ്ഥതയിൽ ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോഴാണ് ശ്രുതിയുടെ വീണ്ടും ഫോൺ ഇങ്ങനെ റിങ് അടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ശ്രുതി മഹിമയാണെന്ന് വിചാരിച്ചിട്ട് കോൾ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. അതെ, ഞാൻ ഫ്രോഡാണ്, ഞാൻ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഈ സമയം കോള് വിളിച്ചത് മഹിമയൊന്നും ആയിരുന്നില്ല, നമ്മുടെ ശ്രുതിയുടെ അമ്മ വിമലാമ്മ തന്നെയായിരുന്നു. മോളെ ശ്രുതി നീ എന്തൊക്കെയാ പറയുന്നത്? ഇത് ഞാനാന്ന് പറയാണേ. ഓ, അമ്മയായിരുന്നോ? ഞാനിപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അമ്മേ. എല്ലാവരുടെയും കളിയാക്കലും കുത്തുവാക്കും ഒക്കെ കേട്ട് ഞാൻ മടുത്തു. ദേ ഞാൻ ഓർത്തു ഇപ്പോൾ വിളിക്കുന്നത് ആ വർഷയുടെ അമ്മയായിരിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ വിമലാമ്മയോട് പറയുന്നുണ്ട്. വിമലാമ്മ ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പോഴും ആ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറിയില്ലേ? എവിടുന്ന് മാറാനമ്മേ? അമ്മയല്ലേ പറഞ്ഞത് പോയി മാപ്പ് ചോദിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന്. ഞാൻ ഇവിടെ ആരും എന്നെ മാപ്പ് പറയാൻ പോയിട്ട് എന്നെ ഒന്ന് മുഖത്തോട് സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ആൻറ്റി ആണെങ്കിൽ എന്നെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കരയുകയാണേ. എന്നാൽ വിമലാമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്, മോളെ ശ്രുതി
അത് പെട്ടെന്നൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ തീരില്ലല്ലോ. മോളെന്തായാലും കുറച്ച് താഴ്മയോടുകൂടി ക്ഷമിച്ചൊക്കെ എല്ലാവരും അടുത്ത് നിൽക്ക്. കുറച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറിക്കോളും. മോളെ എടുത്തു ചാടി വീട് വിട്ടൊന്നും പോരാൻ നിൽക്കല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, അമ്മ പേടിക്കണ്ട. വീട് വിട്ട് ഇറങ്ങിയാലും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുമെന്നോ അവിടെ അങ്ങ് സ്ഥിര താമസം ആക്കുമെന്നോ ഒന്നും ഓർത്ത് അമ്മ പേടിക്കണ്ട എന്നൊക്കെ പറയാണേ. ഈ സമയം വിമലാമ്മ പറയുന്നുണ്ട്, ശ്രുതി, ഞാൻ അതല്ല പറഞ്ഞേന്നിങ്ങനെ വിമലാമ്മയും പറയാൻ നിൽക്കുമ്പോഴേക്കും ശ്രുതി കോളങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രുതി ദേഷ്യത്തിൽ സങ്കടത്തിലൊക്കെ കട്ടിലയിലേക്ക് അങ്ങ് പോയിരിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ മഹിമയുണ്ടല്ലോ, മഹിമയ്ക്ക് തന്നെ അപമാനിച്ചത് അങ്ങോട്ട് തീരെ സഹിച്ചിട്ടില്ല. ചന്ദ്രമതിയെ വിളിച്ചിട്ട് മഹിമ പറയുന്നുണ്ട്, അത് ചന്ദ്രേ, ഞാനാണെങ്കിൽ ശ്രുതിയെ വിളിച്ചിട്ട് ഞാനും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെയാണ് ഞാൻ കരുതിയത്. എന്നാൽ ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രുതി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ മകളുടെ കാര്യങ്ങൾ നോക്കിക്കോളാനാണ് പറഞ്ഞത്. എന്താ ചന്ദ്രേ, ഞാൻ നിങ്ങളുടെ വീട്ടിലെ ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഭവ്യതയോട് കൂടിയിട്ട് നമ്മുടെ ചന്ദ്രമതിയോട് കൊളുത്തി കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതും കൂടി കേട്ടപാടെ ചന്ദ്രമതി നേരെ നമ്മുടെ ശ്രുതിയുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അങ്ങനെ ഡോറിൽ പോയിട്ട് ശ്രുതി നീ വാതിൽ തുറക്കെന്നും പറഞ്ഞിട്ട് തല്ലി പൊളിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആൻറ്റിയോ, ആൻറ്റി വന്ന് വാതിൽ തട്ടുന്നോ? അപ്പോൾ ആൻറ്റിയുടെ പിണക്കം മാറിയോ? എന്നാലും ചെറിയൊരു പേടിയോട് കൂടിയൊക്കെയാണ് നമ്മുടെ ശ്രുതി പോയിട്ട് ഡോറ് തുറക്കുന്നത്. ചന്ദ്രമതി എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നിന്റെ ഉള്ളിലെ മനസ്സിലിരിപ്പ് എന്താ? നീ വലിയ പണക്കാരിയാണെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കിടന്ന് അഹങ്കരിക്കാനൊന്നും പറ്റില്ല. നിനക്കെന്താടി ഇതുവരെയും അഹങ്കാരം മാറിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി, ഞാൻ എന്താ ചെയ്തേന്ന്? ഓഹോ, ഇനിയും നീ ഇതും മാറ്റിയിട്ടില്ലല്ലേ? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാതെ നിന്റെ ഈ നിൽക്കുന്ന അഭിനയം ഉണ്ടല്ലോ, അതെന്തായാലും നന്നായിട്ടുണ്ടെന്നേ. അപ്പൊ ശ്രുതി, ആൻറ്റി എന്താന്ന് വെച്ചാൽ കാര്യം പറ. എടി, നിനക്ക് ഇതുവരെ ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അറിയില്ലേ? നീ എന്താടി മഹിമയെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ രേവതിയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ശ്രുതിയെ ഈ ചോദ്യം ചെയ്യുന്നത്. രേവതിനെ ഇങ്ങനെ ശ്രുതി ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താടി നിന്റെ നാവ് ഇറങ്ങി പോയോന്നേ? ആൻറ്റി, ഞാൻ അവരെ ഒന്നും പറഞ്ഞില്ല. അവര് വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോ ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, ഞങ്ങള് നോക്കിക്കൊള്ളാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ടോ, ഓഹോ, നമ്മുടെ കുടുംബകാര്യമാണെന്നാണോ നീ പറഞ്ഞത്? അവര് പിന്നെ ആരാടി? അവരും ഈ കുടുംബത്തിലുള്ളവരാണ്. അപ്പോ അവര് പോലും നീ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും നീ ചെയ്ത കാര്യമല്ലേ, അപ്പോ നിന്നോട് ചോദിക്കുമ്പോ നീയല്ലേ മറുപടി പറയേണ്ടത്? എന്താടി നിനക്ക് അതിന് പറ്റില്ലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയെ ഇങ്ങനെ വലിച്ചു കീറുവാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രുതിക്ക് ആകെ അങ്ങ് അപമാനമാകുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നത്, ആൻറ്റി എന്നെ എത്ര വേണമെങ്കിലും ചോദ്യം ചെയ്തോ, വഴക്ക് പറഞ്ഞോ, എന്നാ അവരെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുകയാണേ. എന്താടി അവര് കാര്യങ്ങള് നീ ചെയ്ത കൊള്ളരുതായ്മ മുഴുവൻ അറിഞ്ഞിട്ട് നിന്നോട് ചോദിക്കാനായിട്ട് വിളിച്ചതായിരിക്കും. അതിന് നീ മറുപടി കൊടുത്തേ മതിയാവൂ. നിന്നെ പോലെ കള്ളത്തരവും നുണയും പറഞ്ഞുകൊണ്ട് നടക്കുന്നവളൊക്കെ ഇതിന് പിന്നെ എന്താടി ചെയ്യേണ്ടത്? ആദ്യം നീ അവര് മുതിർന്നവരെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്ക്. ഇനി ഇതുപോലെ ഒരു തവണ ഉണ്ടായാല് നീ വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ ഒച്ചയിടുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ ശ്രുതിയെ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയുമ്പോഴേക്കാണ് രേവതി അവിടെ നിൽക്കുന്നത് കാണുന്നത്. എന്താടി നീ എന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നത്? രാവിലെ തൊട്ട് കിടന്ന് ഒച്ചയിടുന്നതാണ്, തൊണ്ട പൊട്ടി വയ്യ, നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വാന്നും പറഞ്ഞിട്ട് രേവതിനെ അവിടെ നിന്നങ്ങ് ഓടിച്ചു വിടുന്നുണ്ട്. അതിനുശേഷമായിട്ട് ശ്രുതിയെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇനി എല്ലാത്തിനെയും ഇരുത്തേണ്ടടുത്ത് ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോവാണേ. അങ്ങനെ രേവതി ചൂടുവെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് വർഷ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കുക കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ദേ വർഷേ, ഒരു മഴക്കാറൊക്കെ കാണുന്നുണ്ട്. പിന്നെ തണുത്ത വെള്ളം കുടിച്ചാൽ നിനക്കിനി ജലദോഷമോ ചുമയൊക്കെ ഉണ്ടാവും. എന്തായാലും നിന്റെ
ജീവിത മാർഗം തന്നെ തൊണ്ടയിലാണല്ലോ എന്ന് പറയാനേ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് ചേച്ചി, എന്നാലും നല്ല തണുത്ത വെള്ളം കുടിച്ചാലേ ആ ദാഹം അങ്ങ് മാറുള്ളൂ. എന്തായാലും നീ ആ തണുത്ത വെള്ളം കുടിക്കണ്ട, ഞാൻ പോയിട്ട് ജീരക വെള്ളം എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് രേവതി അങ്ങ് കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി നോക്കുന്ന സമയത്ത് വർഷ അവിടെ നിൽപ്പുണ്ടല്ലോ. ഇതിനെല്ലാം കാരണക്കാരി വർഷയാണെന്നുള്ള ഒരു ദേഷ്യത്തിലാണ് ശ്രുതി വർഷയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, ദേ നോക്ക് വർഷേ, നീ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ലെന്ന്. എന്നാ വർഷ പറയുന്നുണ്ട്, ഓ ശരിയാണ് ശ്രുതി ചേച്ചി, ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വെള്ളം കുടിക്കാൻ പാടില്ലല്ലോ എന്നേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, വർഷേ ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. പിന്നെന്താണ് ശ്രുതി ചേച്ചി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാനേ. അതെ പറഞ്ഞ നിനക്കറിയില്ലേ, നീ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ശ്രുതി അല്പം ദേഷ്യത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. എന്നാൽ വർഷയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ശ്രുതി ചോദിക്കുന്നുണ്ട്, ദേ വർഷേ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ എന്തിനാണ് നിന്റെ അമ്മയുടെ അടുത്ത് പോയി പറയുന്നതെന്നേ. അപ്പോഴേക്ക് വർഷയെ പറയുന്നുണ്ട്, ദേ നോക്ക് ശ്രുതി ചേച്ചി, ഈ നിങ്ങളുടെ ബെഡ്റൂമിൽ വന്ന് നടക്കുന്ന കാര്യങ്ങൾ വന്ന് കേട്ടിട്ട് അതല്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. ഈ വീട്ടിൽ ഹോളിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടന്ന കാര്യമാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞതെന്നേ. എന്നാൽ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ദേ നോക്ക് വർഷേ, ഇപ്പോൾ ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം നീ എന്തിനാണ് നിന്റെ അമ്മയുടെ അടുത്ത് പോയി പറയുന്നതെന്നേ. ഈ സമയം രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെ വർഷയുടെ അമ്മയും ഈ വീട്ടിലെ ഒരാളല്ലേ എന്ന്. ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, ദേ രേവതി, ഞാൻ നിന്റെ അടുത്തല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നേനെ. ഇത് കേൾക്കുമ്പോഴേക്കും വർഷയ്ക്കും അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അല്ല ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് എൻ്റെ അടുത്തല്ലേ സംസാരിക്കേണ്ടത്, എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാര്യം പറയുന്നേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ദേ വർഷേ, ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നീ നിന്റെ അമ്മയുടെ ചെവിയിലോട്ട് കൊടുത്തു. അവരാണെങ്കിൽ വിളിച്ചിട്ട് എന്നോട് ഇവിടുത്തെ അച്ഛൻ്റെ കാശുകൊണ്ടാണോ ഞാൻ ഷോറൂം തുറന്നെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് അതിനുള്ള മറുപടി കൊടുത്തു. ഈ സമയം നിന്റെ അമ്മ ഉടനെ അത് വിളിച്ചിട്ട് ആൻറ്റിയോട് പറഞ്ഞു. ആൻറ്റി വന്നിട്ട് അതിൻ്റെ പേരിൽ വീണ്ടും എന്നോട് വഴക്കുണ്ടാക്കി എന്നൊക്കെ പറയാണേ. അപ്പോഴേക്കും വർഷയാണെങ്കിൽ ഓ അത്രയുള്ളൂ എന്നിങ്ങനെ നിസ്സാരമായിട്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ദേ വർഷേ, നിനക്കെന്താ ഇത് ഇത്ര നിസ്സാരമായിട്ടാണോ തോന്നുന്നത്? ദേ നിന്റെ അമ്മയുടെ അടുത്ത് നീ പറഞ്ഞു വെച്ചേരെ ഇനി എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിനകത്ത് ഇടപെടരുതെന്നേ. എന്നാൽ ഇതോടെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ വർഷയല്ലേ വിട്ടുകൊടുക്കുവോ? ദേ ശ്രുതി ചേച്ചി, ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് തുള്ളുന്നത്? ഇപ്പോൾ എൻ്റെ അമ്മ സാധാരണ സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു. ഇവിടുത്തെ വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂന്നേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് നിന്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ നിന്റെ അമ്മയോട് പറഞ്ഞാൽ മതി എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. വർഷേ, നിന്നെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പറയാറുണ്ടോന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അല്ല അതെങ്ങനെയാ നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ പറയാ? നിങ്ങളുടെ അച്ഛൻ ജയിലിലല്ലേ ഉള്ളത്? വർഷയുടെ ആ ഒരു ഡയലോഗിന് മുമ്പിൽ നമ്മുടെ ശ്രുതി അങ്ങ് ആകെ പതറിപ്പോവാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താടി നീ എന്നെ കളിയാക്കുവാണോന്നേ? അതെ ഞാനല്ല, നിങ്ങളെ തന്നെ സ്വയം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ ഇത്ര ടെൻഷൻ ആവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി വീണ്ടും ഇങ്ങനെ വർഷയോട് പറയുന്നുണ്ട്, ദേ വർഷേ, എന്തായാലും നിന്റെ അമ്മ എന്നെ ചോദ്യം ചെയ്യാൻ വരേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാണേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതെ എൻ്റെ അമ്മ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ ചെവിയിൽ കൂടി കേട്ടിട്ട് മറ്റൊരു ചെവിയിൽ കൂടി കളഞ്ഞേക്കണം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയ്ക്ക് അങ്ങോട്ട് റേസ് ആവുന്നത്? അല്ല എൻ്റെ അമ്മ ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് എന്നോടല്ല ചോദ്യം ചെയ്യേണ്ടത്. പിന്നെ അത് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ പ്രായത്തിന് ബഹുമാനം കൊടുത്തിട്ട് അതിനൊരു മറുപടി കൊടുത്താൽ പോരായിരുന്നോ? നിങ്ങൾ എന്തിനാണ് എൻ്റെ അമ്മയോട് മറുത്ത് സംസാരിക്കാൻ പോയെന്നിങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ് നമ്മുടെ രേവതി. വർഷയോട് പറയുന്നുണ്ട്, വർഷേ മതി നിർത്തിയേക്കുന്നൊക്കെ. എന്നാൽ വർഷ പറയുന്നുണ്ട്, അല്ല രേവതി ചേച്ചി, ഇവര് പറയുന്ന കേട്ടില്ലേ, ഇവര് ചെയ്യാത്ത കാര്യത്തെക്കുറിച്ചൊന്നും അല്ലല്ലോ എൻ്റെ അമ്മ ചോദിച്ചത്. ഇവര് ഒരാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് ഇപ്പോൾ വഴക്കിന് വരുവാണ്.
ദേ ഇവരുടെ ഈ വർത്താനം കേട്ടാ തോന്നും ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്ന്. ഇതിപ്പോ നോക്കി രേവതി ചേച്ചി എന്ന് പറയാണേ. എന്നാ രേവതി പറയുന്നുണ്ട്, ദേ വർഷ വിട്ടേര്, അമ്മ വഴക്കു പറഞ്ഞതിന്റെ ദേഷ്യത്തിലായിരിക്കും ശ്രുതി അങ്ങനെ പറയുന്നേനെ. എന്നാ വർഷ പറയുന്നുണ്ട്, അതെ അങ്ങനെ വഴക്കു പറയണം ദേഷ്യപ്പെടണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു അർഹത വേണ്ടേ? അത് കള്ളത്തരങ്ങൾ പറയുന്നതിനും ചെയ്യുന്നതിനും മുമ്പ് ആലോചിക്കണമായിരുന്നു എന്നിങ്ങനെ വർഷ പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തത് തന്നെയാണ്. ഇപ്പോ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തെറ്റുകാരിയും ഞാൻ കള്ളിയും ഒക്കെ ആയിരിക്കാം എന്നും പറഞ്ഞിട്ട് എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ആരും ഞൊളഞ്ഞു കയറാൻ വരണ്ടെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അത് ശരി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അതെൻ്റെ അമ്മയെ ഉദ്ദേശിച്ച് മാത്രമല്ലേ? ഇതാണ് പറയുന്നത്, നിങ്ങൾക്ക് മുതിർന്നവരോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലെന്ന്. ഇപ്പോൾ ശരിക്കും ശ്രുതി ചേച്ചി, നിങ്ങൾക്ക് ഞങ്ങളുടെ മേലിലുള്ള ദേഷ്യമാണോ അതോ ആൻറ്റിയോടുള്ള ദേഷ്യമാണോ ഈ കിടന്ന് കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? അതെ, ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ട്. കള്ളത്തരം മുഴുവൻ കാണിച്ചു കൂട്ടിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് അടി കിട്ടിയില്ലേ, അതിന്റെ ഇൻസൾട്ട് സഹിക്കാൻ വയ്യാതെയാണ് നിങ്ങൾ ആ ദേഷ്യം ഞങ്ങളുടെ മേലിൽ തീർക്കുന്നതെന്നേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ദേ വർഷേ, നീ കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട. ഞാനിവിടെ നിന്റെ ഒന്നും വേലക്കാരിയായിട്ടൊന്നും വന്നതല്ല. നിങ്ങളൊക്കെ കയറി വന്നതുപോലെ തന്നെ ഈ വീട്ടില് മരുമകളായിട്ട് തന്നെയാണ് ഞാനും കയറി വന്നേനെ. അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട്, ഓഹോ അത് ശരി, അപ്പൊ ഞാനോ? ഇവരുടെ പോരിങ്ങനെ ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ രേവതി കയറി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. രേവതി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാണ് ഇവിടെ കിടന്ന് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതെന്നേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി, ഇവർ ഈ കിടന്ന് പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? ഇപ്പോ ഇവിടെ ഞാൻ എന്താ തെറ്റ് ചെയ്തേന്നേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ദേ നോക്ക് ശ്രുതി, എല്ലാവരും അവരവരുടെ അമ്മമാര് വിളിക്കുന്ന സമയത്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോന്നേ. അപ്പോഴേക്കും ശ്രുതി നേരെ രേവതിയുടെ നേരെ തിരിയാണ് കേട്ടോ. ഓഹോ അത് ശരി, അപ്പോ ഈ കാര്യങ്ങളൊക്കെ നീ നിന്റെ അമ്മയുടെ അടുത്തും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ? ഇനി അവരായിരിക്കുമല്ലോ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. വർഷ വീണ്ടും കയറി വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ രേവതി ചേച്ചി, അവരുടെ അഹങ്കാരം തീരുന്നുണ്ടോന്ന്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ദേ ശ്രുതി, എൻ്റെ വീട്ടിൽ നിന്ന് ആരും നിന്നെ വിളിക്കാൻ പോകുന്നില്ല, അതോർത്ത് നീ പേടിക്കുകയും വേണ്ട. പിന്നെ നീ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് നിന്റെ സമയം കളയാതെ അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാന്ന് ചിന്തിക്കാൻ നോക്കുന്ന രേവതി പറയുന്നുണ്ട്. അതെ, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനാരുടെയും ഉപദേശം തൽക്കാലം എനിക്ക് വേണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഞാൻ ഇടപെടാൻ വരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിൽ നിങ്ങളും ഇടപെടാൻ വരരുത്. മൈൻഡ് യുവർ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ നമ്മുടെ വർഷയാണെങ്കിൽ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. എന്ന് രേവതി ഓടിപ്പോയി പിറകെ നിന്നിട്ട് വർഷയെ പിടിച്ചങ്ങ് നിർത്തുന്നുണ്ട് കേട്ടോ. എന്നാ വർഷ പറയുന്നുണ്ട്, ദേ നോക്ക് രേവതി ചേച്ചി, അവള് വീട്ടിൽ നിന്ന് പണം മറിച്ച് കള്ളത്തരം മൊത്തം ചെയ്തു കൂട്ടിയിട്ട് ഇപ്പോ നമ്മൾ എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് അവള് പറഞ്ഞിട്ട് പോകുന്നത്. ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാനേ. എന്നാ രേവതി പറയുന്നുണ്ട്, ദേ വർഷേ, അമ്മ എന്തോ വഴക്ക് പറഞ്ഞതിൻ്റെയൊക്കെ ദേഷ്യത്തിലാണ് അവൾ ഇപ്പോൾ വന്ന് പറഞ്ഞത്. ഇപ്പോൾ അവരെന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നാവും, പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരുമെന്നേ. എന്നാ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇങ്ങനെയെല്ലാം വായിൽ വരുന്നതെല്ലാം പറയുന്നത് കേട്ടിട്ട് രേവതി ചേച്ചി നിൽക്കുന്നത് പോലെ കേട്ടുകൊണ്ട് നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇവക്കിട്ടൊക്കെ കൊടുക്കേണ്ട സമയത്ത് തക്ക മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മണ്ടയിൽ കയറാൻ വരില്ലെന്നേ. എന്നാ രേവതി ഇങ്ങനെ വീണ്ടും വർഷ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലോ. വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി, ഇന്നേ വരെ ഒരാളും എൻ്റെ മുഖത്ത് നോക്കി നേരെ ഒച്ചയിട്ട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ വന്നവരെ ഞാൻ വെറുതെ വിട്ടിട്ടുമില്ല. ഇനി ഒരു തവണ കൂടി എൻ്റെ അടുത്തേക്ക് അവൾ ഈ രീതിയിൽ വന്നാലേ ഞാൻ ആരാണെന്ന് വിവരം അറിയുമെന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്നുണ്ട് കേട്ടോ. എന്നാ രേവതി പറയുന്നുണ്ട്, ഇല്ല വർഷേ, നീ സമാധാനിക്ക്. എന്തായാലും ശ്രുതി ഇനി ഉടനെ എങ്ങും നിന്റെ അടുത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വർഷയെ റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ് കേട്ടോ. നിനക്ക് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാം, നീ പോയി റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞിട്ട് ഒരു തരത്തില് വർഷയെ അങ്ങ് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്ക് നേരെ നിന്നിട്ട് നമ്മുടെ വർഷ
സൂപ്പറായിട്ട് പൊരുതുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ നാളെ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത എപ്പിസോഡിനായിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.